മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ ഇന്ത്യയിലെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ MSCS ആക്റ്റും അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘങ്ങളായിരിക്കണം. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. 2, അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ക്രെഡിറ്റ് ആൻഡ് ത്രെഫ്റ്റ് സൊസൈറ്റികൾ എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും വേണം. കേരളത്തിനകത്തൊരു സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് 20 പേർ മതിയെങ്കിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവൽക്കരിക്കണമെങ്കിൽ MSCS ആക്ട് അനുസരിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം 50 പേർ വീതം. ഒരു 3 സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തിൽ നിന്നും 50 പേർ വീതം 150 പേർ ചേർന്നിട്ടുള്ളതായിരിക്കണം ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിൻ്റെ ബേസ്.